ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോയിലുള്ള ഒരു 2 ടയർ കേക്കാണ് എടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്തായിട്ട് 7 ഇഞ്ചിലും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 4 ഇഞ്ച് സൈസിലുമാണ് കേക്കിനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം ഞാനിതിനെ ഒന്ന് റോസറ്റ ഡിസൈൻ വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഫുള്ള് റോസറ്റ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ടും ഒരു ലൈന് വരും കേട്ടോ. അത് ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ലൈന് കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡെക്കറേഷന് എന്താ പറയുക കേട് വരും കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് 1.5 കിലോ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടോട്ടൽ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് 2 സ്റ്റിക്കോ അല്ലെങ്കിൽ 1 സ്റ്റിക്കോ കൊടുത്താൽ മതി. അപ്പോൾ ലോങ് ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 സ്റ്റിക്ക് കൊടുക്കുക, അല്ല അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 സ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിനെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിനെ സ്റ്റാക്ക് ചെയ്യലും അതുപോലെ ഉള്ളിൽ സ്റ്റിക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൽ 7 ഇഞ്ചിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, ആ ഭാഗത്തായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെക്കണം കുറച്ച് ക്രീം കേട്ടോ. അതെടുത്തിട്ട് ഒരു ലൈനായിട്ട് കൊടുക്കാം. ഇതിൽ സ്റ്റിക്ക് കൊടുത്ത ഭാഗത്തായിട്ട് ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും. അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബാർബിനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെറും ക്രീം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ടേബിൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ 4 സിക്കിൾസും പോപ്സും കപ്പ് കേക്കും ഉണ്ട്. അപ്പോൾ സിക്കിൾസിലും പോപ്സിനൊക്കെ ചോക്ലേറ്റിൽ ഞാൻ ഈ ഒരു പിങ്ക് കളർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം അത് ചേർത്തിട്ട് ഇതിനൊന്ന് എന്താ പറയുക ആക്കിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ സിക്കിൾസും പോപ്സും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൽ ഇനിയിപ്പോൾ ബാർബിനെ വെച്ച് കൊടുക്കാനും ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാനും തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആക്കിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിരിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാൻ നല്ല വലിയ മഴ പെയ്യാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ മഴക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ മോനെ ഇതുപോലെ കടയിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതിട്ട് മോൻ വരുന്നുണ്ട്. അപ്പോൾ മോന് സാധനം കൊണ്ടുവന്നതിൻ്റെ ശേഷം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യണുണ്ട് കേട്ടോ. നിങ്ങൾ സൗണ്ട് കേട്ടല്ലോ. ഇനി നമുക്ക് സ്നാക്സിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം 2 വലിയ ഉള്ളിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ചെറിയ മീഡിയം സൈസിലുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഓരോ ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അത്ര ചേർക്കേണ്ട, കുറച്ചൊരു എരിവ് ഇതിന് ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ബ്രെഡിലാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് കൊടുക്കുന്നത്, അപ്പോൾ കുറച്ചൊരു എരിവ് ടേസ്റ്റി ആവും. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഉള്ളി വഴറ്റണ സമയത്താണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം ചിക്കൻ വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിങ്സ് റെഡി ആയിട്ടാണ്. അപ്പോൾ ഫില്ലിങ്സ് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു ചെറിയൊരു ബാർബിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രോക്കിൻ്റെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിലായിട്ട് 4 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിലായിട്ട് കുറച്ച് സ്റ്റാറുകളാണ് വെച്ച് കൊടുക്കാനുള്ളത്. ബ്ലാക്ക് കളറിൽ ഉള്ള ഫോണ്ടൻ്റ് സ്റ്റാറാണ് കേട്ടോ.
പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് 3 സ്റ്റാർ വരുന്നുണ്ട്. ഇത് നമ്മൾ ക്രാഫ്റ്റ് പേപ്പറൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പേപ്പറാണ്. അത് കട്ട് ചെയ്തിട്ട് സ്റ്റാറിൻ്റെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 സ്റ്റാറാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പർ നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും, അതുപോലെ കേക്ക് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ഷോപ്പിലും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കായിട്ട് നെയിം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറിൽ തന്നെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ വൈറ്റ് കളർ വെച്ചിട്ടാണ്, ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ നെയിം എഴുതിയിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കപ്പ് കേക്കും കേക്ക് പോപ്സും സിക്കിൾസും എല്ലാം കൂടിയുള്ളത്. അപ്പോൾ പുറത്ത് നല്ല മഴക്കാറും, ഞാൻ പറഞ്ഞല്ലോ മഴേൻ്റെ ആ ഒരു ഇതായ കാരണം ഫോട്ടോ അധികം ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടില്ല കേട്ടോ, കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൽ വെച്ചിട്ടുള്ള ചെറിയ ബാർബിക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി വെച്ച സമയത്ത്. അങ്ങനെ ഇതിനെ ഞാൻ പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യുകയാണ്. അപ്പോൾ മുത്തച്ഛൻ്റെ മോനാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്യണത്. അത് കൊണ്ടുപോയതിൻ്റെ ശേഷം നമ്മൾ സ്നാക്സിൻ്റെ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് ബ്രെഡിനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം, അപ്പോൾ ബ്രെഡ് കുറച്ച് അങ്ങോട്ട് വലിച്ചെടുക്കും. അതിനെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളയുക. എന്നിട്ട് ഈ ഒരു ഫില്ലിങ്സ് ഉള്ളിലായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബ്രെഡ് കൂടുതൽ ടൈം വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കണം. ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ കഴിയില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കുക. പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ബോൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഓരോ ബ്രെഡിനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഫ്രൈ ചെയ്യണതിൻ്റെ മുന്നായിട്ട് തന്നെ ഒരു എഗ്ഗും അതുപോലെ കുറച്ച് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബ്രെഡിൻ്റെ ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു കവറിങ് ആയിട്ട് വരും ഈ ഒരു ക്രംസ്. എന്നിട്ട് ഇതിനെ ഓരോന്നിനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറാവുന്ന ടൈമിൽ കോരിയെടുക്കുക കേട്ടോ. ഒരുപാട് ഡാർക്ക് കളറാവാൻ വെക്കരുത്. നല്ലൊരു കളറാവുന്ന ടൈമിൽ കോരിയെടുക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് എരിവോട് കൂടി കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ കവറിങ് വരുമ്പോൾ ഉള്ളിലും കൂടുതൽ എരിവും ബ്രെഡിന് ചെറുതായിട്ടൊരു മധുരമാണല്ലോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ സ്നാക്സിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്